ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ മണി ആൻഡ് എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ള ലെസണാണ്. ഓക്കെ, ആ ലെസൺ വളരെ ഈസിയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് യു എവർ തോട്ട് ഹൗ മെനി എക്സ്ചേഞ്ചസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇക്കണോമി എവറി ഡേ? അതായത് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ? അതായത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ എത്ര കൈമാറ്റങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് എന്ന്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓരോ ദിവസവും നമ്മുടെ ഇക്കണോമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ എത്ര എക്സ്ചേഞ്ചസ്, ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും എത്ര എക്സ്ചേഞ്ചസ് ആണ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ല അല്ലേ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ഇത്രയും എക്സ്ചേഞ്ചസ് ഓരോ ദിവസവും നടക്കുന്നുണ്ട്. ഈ എക്സ്ചേഞ്ചസ് എല്ലാം, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഈ ഒരു എക്സ്ചേഞ്ചസ് നടക്കാൻ അല്ലെങ്കിൽ ഇത്രയും ഈസി ആക്കി തരുന്നത് എന്താണ്? നമ്മുടെ പണത്തിൻ്റെ കടന്നുവരവോട് കൂടിയാണ് അല്ലേ. അതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. എന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലേ. എന്താ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുന്ന രീതി. അതായത് നമുക്ക് സാധനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ വേറൊരു സാധനം അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ സാധനങ്ങളുടെ എക്സ്ചേഞ്ച് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ പണത്തിൻ്റെ കടന്നുവരവോട് കൂടിയിട്ട് ഈ സിറ്റുവേഷനെല്ലാം മാറി. പിന്നെ എന്തായിരുന്നു? അവരെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസിലി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു. കാരണം അവിടെ മണിയായിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പം ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മണി, എന്തൊക്കെയാണ് മണിയുടെ ഉപയോഗങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയിൽ റോൾ ചെയ്യുന്നത്. പിന്നെ വരുന്നുണ്ട് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക സ്റ്റോറേജ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ മണിയെ സൂക്ഷിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ റോൾസ് എല്ലാം നമ്മൾ പഠിക്കും കേട്ടോ. നമ്മൾ തുടങ്ങാം ലെസൺ. എങ്ങനെയൊക്കെയാണ്, എന്താണ് മണിയെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതായത് എനിത്തിങ് ആക്സെപ്റ്റഡ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ജനറലി ബി കോൾഡ് മണി. അപ്പോൾ എന്താ പറയുന്നത്? സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഏറ്റവും സ്വീകാര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായി എടുക്കുന്നതിന് എന്തിനേയും നമുക്ക് പണം എന്ന് വിളിക്കാം അല്ലേ. സാധന സേവനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ നമ്മൾ എന്ത് പറയും? പണം എന്ന് പറയും. ഇനിയോ ഈ പണം എന്താ ചെയ്യുന്നത്? സാധന സേവന കൈമാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്ചേഞ്ചസ് സ്പീഡിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷനും, അതായത് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിശേഷീകരണം അല്ലേ, അതും സാധ്യമാക്കി തരുന്നത് പണമാണ്. ഇനി നോക്കൂ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാർട്ടർ സിസ്റ്റത്തിലൊക്കെ ഈ സ്പെഷ്യലൈസേഷനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഒരു കർഷകൻ ഒരു വിള മാത്രം അവർക്ക് കൃഷി ചെയ്താൽ പോരാ, അവർക്ക് വെറൈറ്റി ഓഫ് എന്താ പറയുക ക്രോപ്സ് വേണം അവരുടെ കയ്യിൽ, എന്നാലേ അവർക്ക് എക്സ്ചേഞ്ച് പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പം നോക്കാം, ഇവിടെ നോക്കൂ. ഒരു റബ്ബർ കർഷകന് അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ റബ്ബർ എന്താ പറയുക കൾട്ടിവേഷനിൽ. കാരണം അദ്ദേഹത്തിന് ഈ റബ്ബർ കൊടുത്തിട്ട് പണം വാങ്ങിക്കാം. എന്നിട്ട് ഈ പണം ഉപയോഗിച്ചിട്ട് അയാൾക്ക് വേറെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഇനി നോക്കൂ, പണത്തിൻ്റെ ഫോംസ് അല്ലെങ്കിൽ രൂപങ്ങൾ. ഡിഫറെൻറ്റ് ഫോംസിൽ നമ്മൾ പണം കാണുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു കോയിൻസ് അല്ലെങ്കിൽ മെറ്റൽ കോയിൻസ് ആയിരുന്നു. പിന്നീട് പേപ്പർ കറൻസിയായി. പിന്നെ നമുക്ക് ATM പോലെയുള്ള കാർഡ്സുകളായി. ഇപ്പം നമുക്ക് ഡിജിറ്റൽ മണി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് പണത്തിൻ്റെ രൂപങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഇത്
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ കൺസ്യൂമേഴ്സ് ആയാലും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ആയാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയാലും എല്ലാവരുടെയും ജീവിതത്തിൽ എന്തുണ്ട്, പണം ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പണത്തിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് എന്താണ്, ഒരു ബോയ് വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്ത്, മോം ഐ ബോട്ട് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട് വിത്ത് ദ മണി യു ഗേവ് മീ, അല്ലേ. അമ്മ തന്ന പൈസ കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു. പിന്നെയോ ഒരു മോള് വന്നിട്ട് പറയുന്നു, ഡാഡ് ദ പ്രൈസ് ഓഫ് ദ പെൻ ഐ ബോട്ട് ടുഡേ വാസ് 10 rupees ആൻഡ് ഫോർ പെൻസിൽ ഇറ്റ് വാസ് 7 rupees. അപ്പോൾ കുട്ടി എന്താ പറയുന്നത്, അച്ഛാ ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പേനയുടെ റേറ്റ് 10 rupees, പെൻസിലിന് 7 rupees ആണെന്ന് പറയാം. പിന്നെ അടുത്ത എക്സാമ്പിൾ നോക്കൂ. ന്യൂമിയുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥലം കൊടുത്തിട്ടുണ്ട് അല്ലേ. സോൾഡ് ദ ലാൻഡ് ആൻഡ് ദ മണി വാസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ഫോർ ഹെർ ഹയർ സ്റ്റഡീസ്. എന്നിട്ട് പൈസ എന്ത് ചെയ്തു, സ്ഥലം വിറ്റ പൈസ അവളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതോ, ദ വെൻഡർ ഹാസ് പ്രോമിസ്ഡ് ടു ഗീവ് ദ മണി നെക്സ്റ്റ് വീക്ക് ഫോർ ദ പാഡി വി ഹാഡ് സപ്ലൈഡ് ഇൻ ദ മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ മാർക്കറ്റിൽ കൊടുത്തിട്ടുള്ള നെല്ലിൻ്റെ പണം അടുത്ത ആഴ്ച തരാമെന്നാണ് അവിടെ വെൻഡർ പറഞ്ഞിട്ടുള്ള, കച്ചവടക്കാരൻ പറഞ്ഞിട്ടുള്ളതെന്നാണ് അവിടെ പറയുന്നത്. അപ്പം തന്നെ നമുക്കറിയാം പണത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസാണ് നമ്മളതിലൂടെ കാണുന്നത്. ഇനി നോക്കൂ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ് ജനറൽ ഫങ്ഷൻസ് ഓഫ് മണി, അല്ലേ. ഇതാണ് പണത്തിൻ്റെ പൊതുവായ ധർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ 4 ഫങ്ഷൻസാണ് തന്നിട്ടുള്ളത്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. ഓക്കെ, ഒന്നുകൂടി പറയൂ. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. അതായത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി സോൾഡ് ഫോർ മണി ആൻഡ് ദ മണി ക്യാൻ ബി യൂസ്ഡ് ടു പർച്ചേസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ നീഡഡ്, അല്ലേ. അതായത് നമുക്ക് സാധനങ്ങളും സേവനങ്ങളൊക്കെ വിറ്റിട്ട് പണമാക്കാം. ആ പണം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാൻ കഴിയും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ, മെഷർ ഓഫ് വാല്യൂ. മെഷർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, അല്ലേ. അതായത് എല്ലാ വസ്തുക്കളുടെയും മൂല്യം, വാല്യൂ എന്ന് പറയുന്നത് പണത്തിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്, അല്ലേ. നമ്മൾ പറഞ്ഞു ബാർട്ടർ സിസ്റ്റം പണ്ട് കാലത്ത്, അതായത് പണം വരുന്നതിന് മുന്നേ എന്തുണ്ടായിരുന്നു, ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റൊരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നോ? അല്ല. പണം വന്നതിന് ശേഷമാണ് ഈ കമ്പാരിസൺ ഭയങ്കര ഈസി ആയിപ്പോയത്. നമ്മൾ പഠിച്ചു ബാർട്ടർ സിസ്റ്റത്തിൽ ഒരു പശുവിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു മത്തങ്ങ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, രണ്ടിൻ്റെയും മൂല്യം കണക്കാക്കുക എന്ന് പറഞ്ഞത് ഈസി ആയിരുന്നില്ല. ഇനി നോക്കും, ഇതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്, സ്റ്റോർ ഓഫ് വാല്യൂ. അതായത് സ്റ്റോർ ചെയ്യാൻ, പണം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. പണം എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ആക്സെപ്റ്റബിളായ ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒന്നായതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പണത്തിൻ്റെ രൂപത്തിൽ ശേഖരിച്ച് വയ്ക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ പണത്തിൻ്റെ അല്ലെങ്കിൽ മണിയുടെ ജനറലായ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസുകളിൽ ഒന്നാണ് സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കത് ശേഖരിച്ച് വെക്കാൻ പറ്റും, അല്ലേ. ആളുകൾ കണ്ടിട്ടില്ലേ, പൈസ കൊടുത്തിട്ട് സ്ഥലങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസിൽ പൈസ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, അല്ലേ. ഇനി അതാണപ്പോൾ
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ഇനി മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാവിയിലേക്ക് നമ്മൾ കൊടുക്കൽ വാങ്ങലിനൊക്കെ ഉള്ള ഒരു ഉപാധിയായിട്ട് എന്ത് ചെയ്യും, പൈസ എടുത്തു വയ്ക്കുക, അല്ലെ പണം എടുത്തു വയ്ക്കാറുണ്ട് അല്ലേ. ആധുനിക കാലത്ത്, അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് മോഡേൺ ടൈംസിൽ മെനി ബിസിനസ് ആക്ടിവിറ്റീസ് ആർ ക്യാരീഡ് ഔട്ട് വിത്ത് ഈസി ബിക്കോസ് ഓഫ് ദ അഡ്വാൻറ്റേജ് ഓഫ് സെറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. അതായത് പലതരത്തിലുള്ള ബിസിനസ്സുകളും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പണമിടപാടൊക്കെ നടക്കുന്നതിൽ അതിനൊക്കെ അവർക്ക് ഒരുപാട് ടൈം കിട്ടുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനിടയിൽ എന്ത് ചെയ്യാം, അവരുടെ പണമിടപാടൊക്കെ അവർക്ക് നടത്താം, അല്ലെങ്കിൽ ബിസിനസ് നടത്താം. അപ്പോൾ അതിനൊക്കെ ടൈം കിട്ടുന്നുണ്ട്. ഇനി നോക്കൂ, നമുക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയോ. മെയിനായിട്ട് ഈ കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ സെല്ലേഴ്സും ഒക്കെ എന്ത് ചെയ്യും, ഈ ഇടപാട് അല്ലെങ്കിൽ ഈ ഒരു മണിയുടെ എക്സ്ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് അതിനുള്ള സമയം അല്ലെങ്കിൽ അവരതിനൊക്കെ എഗ്രി ചെയ്യുന്നുണ്ടല്ലേ. ഇനി നോക്കുക, ഇനി ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ ദ വാല്യൂ ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഇൻ ദ ഫോം ഓഫ് മണി. അതൊക്കെ എന്തുകൊണ്ടാണ്, അവർ കടം വാങ്ങുകയാണെങ്കിലും അവർ കടം കൊടുക്കുകയാണെങ്കിലും അതൊക്കെ എന്തിൻ്റെ രൂപത്തിലാണ്, പൈസയുടെ രൂപത്തിലാണ് അല്ലേ. ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ഷോർട്ട് ആൻഡ് ലോങ് ടേം ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ. അത് ലോങ് ടേം ആയാലും ഷോർട്ട് ടേം ബിസിനസ് ആയാലും ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നതിന് വളരെ ഈസിയാണ്. ഇത് പണത്തിൻ്റെ രൂപത്തിലായതുകൊണ്ട് തന്നെ. അപ്പോൾ എന്താണ്, പണം എന്ന് പറയുന്നത് ഡെഫേർഡ് പേയ്മെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ഒരു പണത്തിൻ്റെ ഒരു ഫങ്ഷനായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊക്കെയായിരുന്നു 4 ഫങ്ഷൻസ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, അതുപോലെ തന്നെ മീൻസ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. ഇനി ഇവിടെ ഇപ്പോൾ ഫങ്ഷൻസിന് പകരം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മണി എന്ന് പറഞ്ഞാലും സെയിം ഫങ്ഷൻസ് ആണ് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ വരുന്നത് അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്, റൈറ്റ് ഡൗൺ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ ഈ 4 പോയിൻറ്റ്സ് എഴുതുക, അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ഡസ് മണി വർക്ക് ഇൻ ദ ഇക്കണോമി. പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് മണി ദാറ്റ് മൂവ്സ് ദ ഇക്കണോമി, സ്പീഡ്സ് അപ്പ് ഇറ്റ്സ് ഫങ്ഷനിങ് അല്ലേ. അപ്പോൾ എന്താ, നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ മൂവ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ സ്പീഡപ്പ് ആക്കുന്നതും എന്താണ്, പണമാണ്. ഇനി നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എന്നീ ഈ പ്രവർത്തനങ്ങളെയൊക്കെ സ്പീഡപ്പ് ആക്കുന്നതും അതുപോലെ തന്നെ അവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നതും എല്ലാം എന്താണ്, ഈ പണമാണ് അല്ലേ. അപ്പം ഇനി നമുക്കതൊരു ഉദാഹരണം വെച്ചിട്ട് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി സെക്ടറിൻ്റെ, അതായത് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. പ്രൈമറി ആക്ടിവിറ്റി, സെക്കൻഡറി ആക്ടിവിറ്റി, ടെർഷ്യറി ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പ്രൈമറി ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടുള്ള റൈസ് പ്രൊഡക്ഷൻ. അപ്പോൾ റൈസ് പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ആ റൈസ് പ്രൊഡക്ഷനിൽ നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റൈസ് ആണെങ്കിൽ എന്തൊക്കെ വേണം, ഫെർട്ടിലൈസേഴ്സ് വേണം, സീഡ്സ് വേണം അല്ലേ, പിന്നെ മെഷീനറീസ് വേണം, ലേബേഴ്സ് വേണം. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പണം ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ പണം നമ്മൾ ചിലവാക്കുന്നു അല്ലേ. കർഷകർ ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ പൈസ ചിലവഴിക്കാൻ, അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അത് വ്യാവസായിക മേഖലയിലെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അവർക്കൊരു വരുമാന മാർഗമായിരിക്കും. കാരണം നമ്മളിപ്പോൾ മെഷീനറി വാങ്ങിക്കുകയെന്ന് വെച്ചാൽ അത് പൈസ ആർക്ക് കൊടുക്കും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കും. അപ്പോൾ അത് അവർക്കൊരു ഇൻകമാണ് അല്ലേ. അതുപോലെ തന്നെ നെല്ല് ഉണ്ടാക്കിയിട്ട് അത് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും, അതിപ്പോൾ റോഡ് മാർഗ്ഗമാണ് വെച്ചാൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വാഹനങ്ങൾ വിളിക്കുന്നു, അതിന് പൈസ കൊടുക്കുന്നു. അപ്പോൾ അത്
അതിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് അത് അവരുടെ ഒരു വരുമാന മാർഗമാണ് അല്ലേ. അപ്പം എന്തൊക്കെയാണ് ഇതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖല, സെക്കൻഡറി സെക്ടർ. ഇൻഡസ്ട്രിയൽ മേഖല വരുന്നത് സെക്കൻഡറി സെക്ടറിലല്ലേ. അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ സെക്കൻഡറി സെക്ടറിനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വരുന്നത് നമ്മുടെ ടെറിഷറി സെക്ടറിൽ അല്ലേ, സർവീസ് അല്ലേ. അപ്പോൾ അതെല്ലാം വരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പൈസ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പം അതാണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈ പണം ഈ ഒരു സമ്പദ് വ്യവസ്ഥയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി നോക്കാം കേട്ടോ അടുത്തത്. The number of times a unit of money is exchanged in a given period of time is known as the velocity of circulation of money. അതായത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ഹൗ മെനി ടൈംസ് എക്സ്ചേഞ്ച്ഡ് അല്ലേ. അതായത് ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇത് എന്ത് ചെയ്യുന്നു, പണത്തിൻ്റെ ഈ സർക്കുലേഷൻ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത് കൂടുന്നത് നമ്മളുടെ എക്കണോമിയുടെ പ്രോഗ്രസ്സിനെയും അതുപോലെ തന്നെ കുറയുന്നത് എക്കണോമിയുടെ എന്തിനെയാണ്, ഡിക്രീസിനെയുമാണ് എന്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി കുറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യം പഠിച്ചു. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ദ നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് മണി ഈസ് എക്സ്ചേഞ്ച്ഡ് ഇൻ എ given period of time is known as the velocity of circulation of money. അതുപോലെ തന്നെ an increase in the velocity of circulation of money indicates the acceleration in economic growth, while a decrease in the velocity of circulation of money indicates the slowdown in economic growth. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചത്. ഓക്കെ. ഇനി മണിയും സെൻട്രൽ ബാങ്കും എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ്റെ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പം എന്തൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ ബുക്കിൽ ഒരു ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതായത് ഒരു 1 rupee മൈ ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കാണാൻ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ എം എ 100 rupee നോട്ട് അറ്റ് 9 AM ടുഡേ സ്റ്റുഡൻറ്റ് ടുക്ക് മീ എവിടേക്ക് ടു ആ ഷോപ്പ്, ഒരു ഷോപ്പിലേക്ക് എടുത്തു. അവിടെ 100 രൂപ കൊണ്ടുപോയി ഒരു സ്റ്റുഡൻറ്റ്. ആൻഡ് ബ്രോട്ട് 2 നോട്ട്ബുക്സ് വർത്ത് 50 ഈച്ച്. 2 നോട്ട്ബുക്ക് വാങ്ങിച്ചു 50 രൂപയുടെ അല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി എന്താ, യൂസിങ് യുവർ ഇമാജിനേഷൻ. നിങ്ങൾ സങ്കല്പിക്കുക എന്ത്, കംപ്ലീറ്റ് മൈ ജേർണി ബൈ റൈറ്റിംഗ് ഡൗൺ ഹൗ മെനി ട്രാൻസാക്ഷൻസ് ഐ വുഡ് ഹാവ് അണ്ടർഗോൺ ബൈ 5 PM. 5 മണിയാകുമ്പോഴേക്കും എനിക്ക് എന്തിനൊക്കെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഹൗ മെനി ട്രാൻസാക്ഷൻസ്, എത്ര ട്രാൻസാക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട് 5 മണിയുടെ എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് എഴുതണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പം വളരെ ഈസിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ഓരോ ബാങ്കിങ് സംവിധാനമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മെയിനായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്, ബാങ്കുകളാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്, നമ്മുടെ രാജ്യത്തെ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ കറൻസികളുടെയൊക്കെ ഉറവിടം എവിടെയാണ്, അതിൻ്റെ അധികാരി ആരാണ്, അതോറിറ്റി ആരാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ.
എടുത്തെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.